ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് ഡെയിലി വെയർ കുർത്തകളാണ് കാണിക്കുന്നത്. ഓഫീസിലേക്കും അതുപോലെ തന്നെ കോളേജിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ കുർത്തകളാണ്. നമുക്ക് സാധാരണ കാഷ്വലായിട്ട് പുറത്തൊക്കെ പോകുമ്പോഴും ഇടാൻ പറ്റുന്നതാണ്. ഇന്നത്തെ കുർത്തകളൊക്കെ എന്താ പറയുക, ഒരു അത്യാവശ്യം നല്ല ഡിസൈനൊക്കെ ഉള്ള കുർത്തകളാണ്. അപ്പോൾ വൈകുന്നില്ല, വേഗം വീഡിയോയിലോട്ടേക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ നല്ല ബ്ലാക്ക് കളറിലുള്ളൊരു കുർത്തയാണ്. ബ്ലാക്ക് കളറിൽ വൈറ്റ് ട്രൈബൽ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കുർത്ത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഷേപ്പ് വന്നിട്ട് എ ലൈൻ ഷേപ്പാണ്. പിന്നെ ഇതിൻ്റെ ഹെമ്മ് വന്നിട്ട് സ്ട്രെയിറ്റ് അല്ല, അതും ഒരു എന്താ പറയുക, ഒരു അസിമെട്രിക്കൽ ഷേപ്പിലുള്ളൊരു ഹെമ്മാണ്. പിന്നെ ഇതിൻ്റെ ഫിറ്റ് നോക്കുകയാണെങ്കിൽ റെഗുലർ ഫിറ്റിൽ വരുന്നൊരു കുർത്തയാണ്. ഹാഫ് സ്ലീവിൽ വരുന്ന കോളർ നെക്കോട് കൂടെ വരുന്ന ഒരു കുർത്തയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫുൾ, ഇങ്ങനെയാണ് ഈ ഒരു കുർത്ത വരുന്നത്. ഈ ട്രൈബൽ പ്രിൻറ്റുകളാണ് കുർത്ത മൊത്തം ഉള്ളത്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു കുർത്ത കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നെക്ക് വരുന്നത് വി നെക്കാണ്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് ലാർജാണ്. അപ്പോൾ സൈസ് ചാർട്ട് ഉണ്ട്, അത് നോക്കിയിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. നിങ്ങൾ യൂഷ്വലി ഏത് സൈസാണോ എടുക്കുന്നത് ആ ഒരു സൈസ് എടുത്താൽ മതി, കാരണം ഇതൊരു റെഗുലർ ഫിറ്റിൽ വരുന്നൊരു കുർത്തിയാണ്. പിന്നെ ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 747 ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് നോക്കുകയാണെങ്കിൽ വിസ്കോസ് റയോണിൽ വരുന്നൊരു കുർത്തിയാണ്. നിങ്ങൾക്കറിയാലോ, ഹോള് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. എനിക്ക് പേഴ്സണലി റയോൺ മെറ്റീരിയലിനോട് കൂടുതൽ ഇഷ്ടമാണ്. കോട്ടൺ പോലെയല്ലല്ലോ, വലിയ രീതിയിൽ അങ്ങനെ ചുരുങ്ങൊന്നുമില്ല. ഏതായാലും എനിക്കിതിൻ്റെ ആ ഒരു കളർ കോമ്പിനേഷനും ഇതിൻ്റെ ആ ഒരു സ്റ്റൈലൊക്കെ ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ നമുക്കിതൊരു കോളേജ് വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും അല്ലാണ്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. ഇതിലിനി നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പം ഞാൻ വീഡിയോയിൽ ട്രൈ ഓൺ പാർട്ടിൽ ഇട്ടിരിക്കുന്നത് വൈറ്റ് ആങ്കിൾ ലെങ്ത് ലെഗിങ്സ് ആണ്. അതല്ലാണ്ട് നിങ്ങളൊരു സിഗരറ്റ് പാൻ്റായിട്ടോ അല്ലെങ്കിൽ വൈറ്റ് സ്ട്രേറ്റ് ഫിറ്റ് പലാസോ ഒക്കെ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല ഭംഗി ഉണ്ടാവും. കൂടെ നമ്മളൊരു ഓക്സിഡൈസ്ഡ് സിൽവർ ഓക്സിഡൈസ്ഡോ അല്ലെങ്കിൽ ബ്ലാക്ക് ഓക്സിഡൈസ്ഡ് ആക്സറീസും ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കുർത്തിയെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കുർത്ത. അടുത്ത കുർത്ത മൾട്ടി കളറിൽ വരുന്ന ഒരു സ്ട്രേറ്റ് കുർത്തയാണ്. അപ്പോൾ ഇതാണ് കുർത്ത. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു കുർത്തയാണ്. കോളർ നെക്കിൽ വരുന്നൊരു കുർത്തയാണ്. നല്ലൊരു ഓഫീസ് വെയർ ആയിരിക്കും കേട്ടോ. ഇത് കോളേജ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു കുർത്ത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് കോട്ടൺ ആണ്. പിന്നെ ഇത് റെഗുലർ ഫിറ്റിൽ വരുന്ന ഒരു സ്ട്രേറ്റ് കുർത്തയാണ്. ഇതിൻ്റെ ഹെമ്മൊക്കെ സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ്സ് ഉള്ളൊരു കുർത്തയാണ്. പിന്നെ ഇത് നേരിയതാണോ എന്ന് ചോദിച്ചാൽ ഒരുപാട് നേരിയതൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്പ് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് തിക്കായിട്ടുള്ളതും അല്ല, ഒരു മീഡിയം, ഒരു അതിൻ്റെ ഒരുപാട് തിക്കും അല്ല ഒരുപാട് തിന്നും അല്ല, അങ്ങനെ ഒരു മീഡിയത്തിൽ വരുന്നൊരു കുർത്തിയായത്. പിന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ആങ്കിൾ ലെങ്ത് അല്ല, കാഫ് ലെങ്ത്തോളം വരുന്നൊരു കുർത്തിയാണിത്. നല്ല മെറ്റീരിയലാണ് കേട്ടോ, നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു കുർത്തിയാണ്. അപ്പം ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 725 ആണ്. ഞാൻ എടുത്ത സൈസ് ഇതും ലാർജ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, അങ്ങനെ ടൈറ്റ് ഫിറ്റിലൊന്നുമല്ല, സാധാരണ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതും നിങ്ങൾ സൈസ് ചാർട്ട് നോക്കി തന്നെ എടുത്താൽ മതി, നിങ്ങളുടെ യൂഷ്വൽ സൈസ് എടുത്താൽ മതി. പിന്നെ ഇതും നിങ്ങൾക്ക് സിഗരറ്റ് പാൻറ്റോട് കൂടെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒക്കെ ആയിട്ട് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും. നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഇത് എടുത്ത് കാണിക്കുക. നമ്മളൊരു സാധാരണ രീതിയിൽ ഇട്ട് പോകുന്നതിനേക്കാളും നിങ്ങൾ ചെറുതായിട്ട് മിനിമലായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കിക്കോളൂ, നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ഇത്. ഇനി അടുത്ത കുർത്ത എന്ന് പറയുന്നത് ഈ ഒരു കുർത്തയാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല മെറൂൺ കളറിൽ ഫ്ലോറൽ പ്രിൻറ്റുകളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് 323 ആണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ സൈറ്റിൽ നോക്കുമ്പോൾ കുറച്ചൊന്ന് കൂടിയിട്ടുണ്ട്. 323 ലാഭമാണ് ഈ ഒരു കുർത്ത. അപ്പോൾ ഇതും സ്ട്രെയിറ്റ് കുർത്തിയാണ്, റെഗുലർ ഫിറ്റിൽ വരുന്നൊരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. പിന്നെ കുർത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് 100% പോളിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് മഴക്കാലത്തൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ സ്ലീവ്സാണ് അടിപൊളി. ലോങ് പഫ് സ്ലീവ്സാണ് വന്നിട്ടുള്ളത്. ഒരു ബലൂൺ സ്ലീവ്സൊക്കെ പോലെ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ലീവാണ് ഇതിന് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത്. പിന്നെ നെക്കിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ വി നെക്കിലാണ്. സൈഡ് സ്ലിറ്റ്സുള്ള ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല ലെങ്ത് ഒക്കെ ഉണ്ട്.
പിന്നെ ഞാൻ റേറ്റ് നേരത്തെ പറഞ്ഞല്ലോ 323-നാണ് ഇത് കിട്ടിയത്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ അത് ഒരുപാട് ലാഭമാണ്. പിന്നെ ഇതും നമുക്ക് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്തിടാം. എഗെയിൻ ഓക്സിഡൈസിൻ്റെ ഒക്കെ കൂടെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്ന് വാങ്ങിച്ച കുർത്തകളുടെ കൂടെ എല്ലാം വൈറ്റ് പാൻറ്റ് നന്നായിട്ട് പോകുന്നുണ്ട്. വൈറ്റ് ലെഗിങ്സ് ഓർ വൈറ്റ് സ്ട്രേറ്റ് പാൻറ്റ്സ്. അതോടൊപ്പം തന്നെ ഓക്സിഡൈസ്ഡും ആയിട്ടാണ് ഞാൻ ഇന്ന് വാങ്ങിച്ച എല്ലാത്തിനും കൂടെ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസും പെയർ ചെയ്തിടാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഡെയിലി യൂസിന് പറ്റിയ നല്ലൊരു കുർത്തിയാണ്. വാഷ് ചെയ്താൽ കളറും പോയില്ല, കാരണം പോളിസ്റ്റർ ആണല്ലോ മെറ്റീരിയൽ. അടുത്തതും നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ലതുണ്ട് കാണാൻ. ഒരു ബേജും അതുപോലെ തന്നെ ഒലീവ് ഗ്രീനൊക്കെ ആയിട്ടുള്ള ഒലീവ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു കുർത്തിയാണ്. ഇതും എന്താ പറയുക, റെഗുലർ ഫിറ്റിൽ വരുന്ന ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ്. പിന്നെ ഈ കുർത്ത ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ ഫാബ്രിക് വന്നിട്ട് നല്ലൊരു കോട്ടനാണ്, നല്ലൊരു നേരിയ ടൈപ്പ് കോട്ടനാണ്. ഇതും കുറച്ചൊരു നേരിയ ടൈപ്പ് തുണിയാണ്, അതുകൊണ്ട് എന്തായാലും സ്ലിപ്പ് ഇടണം. പക്ഷേ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ നല്ലൊരു കോട്ടനാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവും നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ ഇങ്ങനെ ഒരു പ്ലീറ്റ് ഡിസൈൻ വന്നിട്ടുള്ള ഒരു സ്ലീവാണ്, നല്ല ഭംഗിയുണ്ട്. പിന്നെ പുറകിൽ ഇതിനെ കെട്ടാൻ വേണ്ടിയിട്ട് ഇതാ നാടൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഹെം നോക്കുവാണെങ്കിൽ സ്ട്രെയിറ്റ് ഹെമ്മാണ്, സൈഡ് സ്ലിറ്റ്സ് ഉള്ള സ്ട്രെയിറ്റ് കുർത്തിയാണ്, റെഗുലർ ഫിറ്റിൽ വരുന്ന കുർത്തിയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് ഏതാ സൈസ്, ഇതും ഞാൻ എടുത്തത് എനിക്ക് തോന്നുന്നു ലാർജ് തന്നെയാണെന്നാണ്. അപ്പോൾ ഇതും ഞാൻ എടുത്തത് ലാർജ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ സൈസ് ചാർട്ട് ഫോളോ ചെയ്താൽ മതി, യൂഷ്വൽ സൈസ് തന്നെ എടുത്താൽ മതി. നേരത്തെ കാണിച്ചത് എൻ്റെ അടുത്ത് സൈസ് പറയാൻ വിട്ടുപോയി തോന്നുന്നു, അത് ഞാൻ XL ആണ് കേട്ടോ എടുത്തത്. അതുകൊണ്ട് അത്യാവശ്യം എനിക്ക് കുറച്ചൊന്ന് ലൂസ് ഉണ്ട് ആ ഒരു കുർത്ത. നല്ല മെറ്റീരിയൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 639 കുറച്ചൊരു റേറ്റ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്ക് കുർത്ത ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഓഫീസിലൊക്കെ നല്ല രീതിയിൽ സ്റ്റൈൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കുർത്തിയാണ്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ എന്താണ് സ്ട്രെയിറ്റ് ഫിറ്റ് ജീൻസിൻ്റെ കൂടെ പെയർ ചെയ്തിടാം. അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ആംഗിൾ ലെങ്ത് ലെഗിൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സിഗരറ്റ് പാൻറ്റ് സ്ട്രെയിറ്റിൽ വരുന്ന പാൻറ്റിൻ്റെ കൂടെയൊക്കെ വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഒരു വൈറ്റ് ലെഗിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കുർത്തകളുടെ കൂടെ ഇപ്പം ഇന്ന് വാങ്ങിയ എല്ലാ കുർത്തകളുടെ കൂടെയും നമുക്ക് വൈറ്റ് ലെഗിൻസ് തന്നെ പെയർ ചെയ്തിടാം. അപ്പോൾ അതുകൊണ്ട് അത് ലാഭമായി. അപ്പോൾ ഇനി ഈ ഒരു വളരെ സിമ്പിളാണ് കുർത്ത, കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഒരു ഷ്രഗാണ്, ഫ്രണ്ട് ഓപ്പൺ ഷ്രഗാണ്. ഇത് ആ ഒരു ഷർട്ട് ഡിസൈനിൽ വരുന്ന ഒരു ഷ്രഗാണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ടാൽ നമ്മൾ വിചാരിക്കും ഇതൊരു ചെക്ക് ഷർട്ട് എന്നാണ് വിചാരിക്കുക, പക്ഷെ അല്ല, ഫ്രണ്ട് ഓപ്പൺ ഷ്രഗാണിത്. ഇത് റോഡ്സ്റ്റർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ എനിക്ക് ഒന്ന് 800 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ്. ഇനി ഞാൻ എന്തായാലും റേറ്റ് ഇവിടെ മെൻഷൻ ചെയ്യാം. ആ ഒരു റേറ്റിനുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. വിസ്കോസ് റയോൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട്. ഇത് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, നമ്മൾ ജീൻസിൻ്റെ കൂടെ ചെറിയ ക്രോപ്പ് ടോപ്പൊക്കെ ഇടുമ്പം അല്ലെങ്കിൽ ചെറിയ ടോപ്പൊക്കെ ഇടുമ്പം നിങ്ങൾക്ക് ബാക്കൊക്കെ കാണണ്ടെന്നാണെങ്കിൽ ഇതുപോലെയുള്ള ഷ്രഗൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ എന്താണ്, നല്ലതാണ്, നല്ല മെറ്റീരിയൽ നോക്കുകയാണെങ്കിലും എല്ലാം നല്ലതാണ്. ഞാനിതെടുത്തത് ലാർജ് സൈസിലാണ് ഞാൻ എടുത്തത്. കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ സൈസ് വരുന്നത് XL ആണ്. പക്ഷേ എന്നാലും ഞാൻ ലാർജ് തന്നെ എടുത്തത്. ഷ്രഗ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെയാണ്. കാരണം XL ഒക്കെ ഷ്രഗ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് നല്ല ലൂസ് പോലെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ സൈസ് ചാർട്ട് നോക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഏതായാലും മെറ്റീരിയലൊക്കെ കൊള്ളാം, ഡിസൈനും ഒക്കെ നന്നായിട്ടുണ്ട്. ഇതിന് കളർ ചേഞ്ചസ് ഉണ്ട്. ഞാൻ എടുത്തത് ഒരു ബ്ലൂ, ഗ്രീൻ, അതുപോലെ തന്നെ ഗ്രേ ഒക്കെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ്. അപ്പോൾ ഇതിന് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളത്. എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും കാണാം നല്ല വീഡിയോ ആയിട്ട്. അതുവരെയും ബൈ.